فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم ونعم المولى ونعم النصير. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതകാലത്ത് സൃഷ്ടാവായ റബ്ബിൽ നിന്ന് അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ അനുഗ്രഹങ്ങളിലാണ് നമ്മുടെ ജീവിതം. ജീവിതാവസാനം വരെ എണ്ണിയാലും തീരാത്ത അത്രയും വലിയ ഔദാര്യമാണ്, അനുഗ്രഹമാണ് പടച്ച റബ്ബ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുടിക്കുന്ന വെള്ളം മുതൽ ശ്വസിക്കുന്ന വായു മുതൽ നമ്മുടെ ജീവിതത്തിലെ നൂറ് പ്രവർത്തനങ്ങൾ മുതൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തെ നമ്മളൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഹിദായത്ത് എന്നതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ കൽപ്പനകളെ മനസ്സിലാക്കി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുക, അതാണ് ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ എന്ത് ഈ ലോകത്ത് അവന് കിട്ടിയാലും അതൊക്കെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവനെ വിട്ടുപോകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു മനുഷ്യന് ആ സൗഭാഗ്യം കിട്ടിയോ, അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ച് ജീവിക്കുക എന്ന ആ വലിയ സൗഭാഗ്യം ആർക്ക് കിട്ടിയോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായ മനുഷ്യൻ. അതുകൊണ്ട് ഓരോ ദിവസത്തിലും റബ്ബിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഹിദായത്തിന്റെ മാർഗത്തിൽ എന്നെ നീ ജീവിപ്പിക്കണമേ എന്നാണ്. വേറെ എന്തൊക്കെ ആവശ്യങ്ങൾ നമുക്കുണ്ട്, എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെ സങ്കടങ്ങളുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ മാറ്റിവെച്ചിട്ട് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നല്ല നേർമാർഗത്തിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. അങ്ങനെ ജീവിച്ചാൽ അള്ളാഹുവിന്റെ പരീക്ഷയിൽ വിജയിച്ച് അനശ്വരമായ ജീവിതത്തിൽ സ്വർഗാവകാശികളാവാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഹിദായത്ത് കിട്ടാതെ പോയാൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വഴിപിഴച്ച് നരകത്തിലെത്തുമെന്നും മതം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഹിദായത്ത് കിട്ടുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാനും നിങ്ങളുമൊക്കെ ആ വിഷയത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുന്ന ആളുകളാണ്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ കഴിവും അറിവും പണവും ആരോഗ്യവുമുള്ള ഒരുപാട് ആളുകൾ അള്ളാഹുവിനെ അറിയാതെ, അള്ളാഹുവിനെ മനസ്സിലാക്കാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെ
മരത്തെയും മണ്ണിനെയും പാറയെയും കടലിനെയും എന്തിനേറെ ചെറിയ ചെറിയ ജീവികളെ പോലും ആരാധിച്ച് ജീവിക്കുന്ന ഒട്ടനേകം മനുഷ്യന്മാര് ഈ ലോകത്ത് നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ആ പരമശക്തിയെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന ആ ലളിതമായ പ്രാപഞ്ചിക സത്യം എന്തേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ആ ചോദ്യത്തിന് നമ്മുടെ മതം നമുക്ക് നൽകുന്ന മറുപടി, ഹിദായത്ത് എന്ന അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ആ വലിയ അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. എത്ര വില കൂടിയ ഒരു ഫോൺ നമ്മൾ വാങ്ങിയാലും ആ ഫോൺ കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ അതിന്റെ ഉള്ളിൽ വാലിഡായ ഒരു സിം കാർഡ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എത്ര കോടികളുടെ ഫോണാവട്ടെ അത് വെറുതെ കിടക്കും. ഒരു മനുഷ്യൻ ഈ ലോകത്ത് സർവശക്തനായ റബ്ബിനെ മനസ്സിലാക്കി ജീവിക്കണമെങ്കിൽ ഹിദായത്ത് എന്ന സൗഭാഗ്യം അവന് കിട്ടിയിരിക്കണം. അതാവട്ടെ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്, മുഹമ്മദ് നബിയെ, നീ ഉദ്ദേശിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ ഹിദായത്ത് ഞാൻ എടുത്തു കൊടുക്കാൻ മുഹമ്മദ് നബിക്ക് അധികാരമുള്ള കഴിവില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെയായ ഒരുപാട് ആളുകളെ ഈ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകന് സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം ഹിദായത്ത് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് മെമ്പർഷിപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാടല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഹിദായത്ത് കൊടുക്കും. അപ്പൊ എനിക്കും നിങ്ങൾക്കും ആ ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മനുഷ്യന്മാരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവരൊക്കെ ആദം നബിയുടെ മക്കളാണ്. അവരെയൊക്കെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയച്ചവരാണ്, നമ്മളെ പോലെ തന്നെ. പക്ഷേ അവർക്ക് കിട്ടാത്ത ഒരു ഹിദായത്ത് നമുക്ക് അല്ലാഹു തആല തരാനുള്ള കാരണം എന്താണ്? നമുക്ക് അവരെക്കാൾ ഭംഗിയുണ്ടോ? നമ്മുടെ കുടുംബവും അള്ളാഹുമായിട്ട് എന്തെങ്കിലും പ്രത്യേകമായ വല്ല കരാറുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാത്ത ഒരു ഹിദായത്ത് നമുക്ക് കിട്ടിയത് എന്ന ചോദ്യം നമ്മളോടൊന്ന് ചോദിക്കണം. നമ്മുടെ കൂടെ പഠിക്കുന്ന, നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള എത്രയോ ആളുകൾ ഈ സത്യം മനസ്സിലാക്കാനാവാതെ ജീവിക്കുമ്പോൾ അവർക്കിടയിൽ നമ്മൾ എന്തുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കിയവരായി എന്ന ചോദ്യത്തിന്റെ മറുപടി ലളിതമായിട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹുവ ഇജ്തബാക്കും. ഈ ലോകത്തിലെ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ചിലരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു കൊടുത്ത സൗഭാഗ്യമാണ് ഈ ഹിദായത്ത്. അതെന്താ അങ്ങനെ? കുറച്ച് ആൾക്കാരോട് മാത്രം അള്ളാഹ്ക്ക് ഒരു പ്രത്യേക സ്നേഹം, ബാക്കിയുള്ള ആൾക്കാരോട് അള്ളാഹ്ക്ക് എന്തെങ്കിലും വെറുപ്പോ ദേഷ്യമുണ്ടോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു അനുഗ്രഹം ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ടോ ആ അനുഗ്രഹത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് അല്ലാഹു തആല കർശനമായി അവനെ വിചാരണ ചെയ്യുമെന്നാണ്. അഥവാ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്നർത്ഥം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നിഅമത്തുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആ നിഅമത്തുകളെ കുറിച്ച് നാളെ നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ സംശയത്തിനിടയില്ലാത്ത വിധം വ്യക്തമാകുന്നുണ്ട്. എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ ബുദ്ധി, എന്റെ കഴിവ്, എന്റെ ആരോഗ്യം, എന്റെ ഒഴിവ് സമയം, എന്റെ വിദ്യാഭ്യാസം, എന്റെ സ്വാധീനം, എനിക്ക് എന്തൊക്കെ റബ്ബ് തന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് റബ്ബിന്റെ ചോദ്യം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നർത്ഥം. ഹിദായത്ത് എന്ന അനുഗ്രഹം അള്ളാഹു ഒരു മനുഷ്യന് തരുമ്പോ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് അള്ളാഹു അവനെ ഏൽപ്പിക്കുന്നത്. ആ രണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ ഹിദായത്ത് നൽകിയത്. ഒന്നാമത്തെ ഉത്തരവാദിത്വം, അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ജീവിക്കണമെന്നാണോ കൽപ്പിച്ചത് അതുപോലെ ജീവിക്കുക. അതുപോലെ ജീവിക്കുക. വിശ്വാസം, കർമ്മം, ബന്ധം, ഇടപാടുകൾ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എന്ത് നിർദ്ദേശമാണോ റബ്ബ് ഈ മതത്തിലൂടെ നമുക്ക് തന്നത് അതുപോലെ നമ്മൾ ജീവിക്കുക. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. രണ്ടാമത്തെ ഉത്തരവാദിത്വം,
ഈ ലോകത്ത് ഇനി ഒരു പ്രവാചകനോ ഒരു വേദഗ്രന്ഥമോ വരാനില്ല. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്തുണ്ടാകുന്ന ആളുകൾക്ക് എന്താണ് ഇസ്ലാം, എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴി, ഏതാണ് നരകത്തിന്റെ വഴി എന്ന് തന്റെ ചുറ്റുപാടുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുക, അത് പറഞ്ഞു കൊടുക്കുക, അത് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം അത് നിർവഹിക്കേണ്ടത് ആരാണ്? ഇനി ലോകത്ത് ഓരോ ദിവസവും എത്ര കോടി മനുഷ്യന്മാർ ജനിക്കുന്നുണ്ട്, ഇനി എത്ര കോടി മനുഷ്യന്മാർ ജനിക്കാനിരിക്കുന്നുണ്ട്. അവരിലേക്ക് ഇനി ഒരു പ്രവാചകൻ മതപ്രബോധനത്തിന് വേണ്ടി വരികയില്ല എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചില്ലേ? ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വന്ന് ഈ മതം പഠിപ്പിച്ച് ആ മതപ്രകാരം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് ആ പ്രവാചകൻ നമ്മളോട് യാത്ര ചോദിച്ചു പോയില്ലേ? ആ യാത്ര ചോദിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, നിങ്ങൾ എന്നിൽ നിന്ന് ഇത് കേട്ടവർ, ഇത് മനസ്സിലാക്കിയവർ, അത് കേട്ടിട്ടില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കണം. അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിലുള്ള സഹാബത്തിനെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? അവർ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, റസൂലേ എത്തിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാ പറഞ്ഞത്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒന്നും വിട്ടുപോകാതെ ഞാനിതാ ഇവർക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തിയാണ് പോയത്. എന്നിട്ട് റസൂല് പറഞ്ഞത്, ഇനി ഒരു പ്രവാചകൻ ഈ ലോകത്ത് വരാനില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ സഹാബത്തിനെ അഭിസംബോധന ചെയ്താ പറഞ്ഞത്, എന്നിൽ നിന്ന് ഈ മതം കേട്ടവർ, പഠിച്ചവർ, മനസ്സിലാക്കിയവർ, അത് എത്തിയിട്ടില്ലാത്തവർക്ക്, അത് കേട്ടിട്ടില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ. ഷാഹിദ് എന്ന് പറഞ്ഞാൽ അവിടെ സാക്ഷിയായ ആളുകൾ, ഗായിബ് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്ത ഇനി വരാനിരിക്കുന്നവർ. ഇവിടെ സാക്ഷിയായ ആളുകൾ ഇനി വരാനിരിക്കുന്നവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ, ഇവിടെ ഇല്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ. ചരിത്രത്തിൽ മനോഹരമായ ഒരു ചിത്രമുണ്ട്. പ്രവാചകന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം റസൂലുള്ളാഹിയുടെ സംസാരം കേട്ടുകൊണ്ട് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ഇരുന്നു കൊണ്ട് പ്രവാചകന്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരുന്ന സ്വഹാബത്ത്, പ്രവാചകന്റെ ഈ പ്രസ്താവന വന്നപ്പോൾ എന്നിൽ നിന്ന് കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രസ്താവന വന്നപ്പോൾ അവർ അവരുടെ വാഹനങ്ങൾ ഏതു ദിശയിലേക്കാണോ നിന്നിരുന്നത് ആ ദിശയിലേക്ക് അവർ വാഹനങ്ങളെ ഓടിച്ചു പോയി. എന്തിനറിയോ? പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഇത് കേട്ടിട്ടില്ലാത്ത വിദൂര ദിക്കുകളിലുള്ള ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ നിർവഹണത്തിന് വേണ്ടി അവർ പോയി. പിന്നീട് അവർ പോകുന്ന ഇടങ്ങളിലൊക്കെ അവർ പ്രസംഗിക്കാൻ വേണ്ടിയല്ല പോയത്, സമ്മേളനങ്ങൾക്ക് വേണ്ടിയല്ല പോയത്. അവർ കച്ചവടക്കാരായിരുന്നു, കാലിമേക്കുന്നവരായിരുന്നു, കർഷകരായിരുന്നു. പക്ഷേ ഏതാവശ്യങ്ങൾക്ക് വേണ്ടി അവർ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ അവർ പ്രവാചകനിൽ നിന്നും കേട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, അതുപോലെ ജീവിച്ചു കൊടുത്തു. കേരളക്കരയിൽ ഇസ്ലാം മതം കടന്നു വന്ന ചരിത്രം പഠിക്കുമ്പോഴും ആ ചരിത്രത്തിലും ഈ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കച്ചവടത്തിന് വേണ്ടി കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വന്ന ആ അറബികളുടെ ജീവിതത്തിലെ ഇസ്ലാം മതം കണ്ടിട്ടാണ് നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാം മതത്തിന്റെ വ്യാപനം ഉണ്ടായത് എന്ന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്ന് അവർ തുടങ്ങിയ ആ ദൗത്യം ഒരു തലമുറ പോലും കളയാതെ വീണ്ടും തലമുറകൾ കൈമാറി 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 10-14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ 14 നൂറ്റാണ്ടുകളിൽ ലോകത്ത് എന്തൊക്കെയുണ്ടായി? മഹായുദ്ധങ്ങളുണ്ടായി, സാമ്രാജ്യങ്ങളുടെ ഉദയങ്ങളും തകർച്ചകളും ഉണ്ടായി, മാരക രോഗങ്ങളുടെ വിളയാട്ടങ്ങളുണ്ടായി, പ്രകൃതി ദുരന്തങ്ങളുണ്ടായി, ഭൂമിയെ വിറപ്പിച്ച ഒട്ടനേകം ഭീകരമായ സംഭവങ്ങളുണ്ടായി. പക്ഷേ ഈ പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ കൈമാറ്റമുണ്ടല്ലോ, അത് വിട്ടുപോകാതെ, മുറിഞ്ഞു പോകാതെ,
അത് ഈ ലോകത്ത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെട്ടു. ഗ്രന്ഥങ്ങളിലൂടെ, പണ്ഡിതന്മാരിലൂടെ, സാത്വികന്മാരായ നേതാക്കന്മാരിലൂടെ, നല്ല സമൂഹങ്ങളിലൂടെ, സമുദായങ്ങളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ഇന്ന് ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നത് ഈ തലമുറകളുടെ കൈമാറ്റത്തിലൂടെയാണ്. അത് മതം നിർബന്ധമാക്കിയ, അനിവാര്യമാക്കിയ ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഈ ഭൂമിയിലേക്ക് അല്ലാഹു പല ജനസമൂഹങ്ങളെയും ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ജനസമൂഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമുദായമാണ് നിങ്ങൾ. അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. ഈ സമുദായത്തിന്റെ പ്രത്യേകത, സമുദായത്തിന് കിട്ടുന്ന പരിഗണനയുടെ പ്രത്യേകത, സമുദായത്തിലേക്ക് വന്ന പ്രവാചകൻ, സമുദായത്തിന്റെ വേദഗ്രന്ഥം ഒക്കെ ഈ ഉമ്മത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഈ ഉമ്മത്തിനുള്ളപ്പോൾ തന്നെ ആ പ്രത്യേകതകൾ ഈ ഉമ്മത്തിന് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി അല്ലാഹു തആല പറയുന്നത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഭൂമിയിലേക്ക്, ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ജനപഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹം നിങ്ങളാണ് എന്ന് പ്രസ്താവിച്ച ശേഷം അല്ലാഹു തആല പറഞ്ഞത് ആ ശ്രേഷ്ഠ സമൂഹത്തിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ യോഗ്യതയെ കുറിച്ചാണ്, അവരുടെ ഒന്നാമത്തെ വ്യത്യാസത്തെ കുറിച്ചാണ്, അവരുടെ ഒന്നാമത്തെ പ്രത്യേകതയെ കുറിച്ചാണ്. എന്താ പോലെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ മതത്തിലെ നല്ല കാര്യങ്ങൾ പരസ്പരം കൽപ്പിക്കുകയും ചീത്തയായ, മോശമായ, കുറ്റകരമായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ വിരോധിക്കുകയും ചെയ്യുന്നവരാകുന്നു നിങ്ങൾ. ഉത്തമ സമൂഹത്തിന്റെ, ഈ ഭൂമിയിലേക്ക് അല്ലാഹു അയച്ച ഉത്തമ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത, അവരുടെ സവിശേഷത, അവരുടെ അടയാളം എന്ന് പറയുന്നത് തഅ്മുറൂന ബിൽ മഅറൂഫി. അവർ പരസ്പരം നല്ല കാര്യങ്ങൾ പരസ്പരം കൽപ്പിക്കുന്നവരാ. അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് പുണ്യമാണ്, അത് ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. വതൻഹൗന അനിൽ മുൻകർ. ചീത്തയായ, തെറ്റായ, മതപരമായിട്ട് കുറ്റകരമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതില്ലാതാക്കാൻ, അതിനെ വിരോധിക്കാൻ, അതിനെ തടയാൻ, അതില്ലാതാവാൻ എന്താണോ ചെയ്യേണ്ടത് അതവർ ചെയ്തുകൊണ്ടിരിക്കും. വതൻഹൗന അനിൽ മുൻകർ. ചീത്തയായ കാര്യങ്ങളെ അവർ വിരോധിക്കും. വതുഅ്മിനൂന ബില്ലാഹ്. അവർ അല്ലാഹുവിൽ ഉറച്ച് നല്ല വിശ്വാസമുള്ളവരായിരിക്കും. അവർ നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ഒരു മുസ്ലിം ഉമ്മത്തായ ഉത്തമ സമുദായമായി നമ്മൾ മാറുന്നത്. നോക്കൂ, അല്ലാഹു തആല വീണ്ടും പറയാൻ, വൽതകും മിൻകും ഉമ്മത്തുൻ, വൽതകും മിൻകും ഉമ്മത്തുൻ. നിങ്ങളിൽ നിന്നും ഒരു സംഘം ഉണ്ടാവണം. നിങ്ങളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് ഒരു സംഘം ഉണ്ടാവണം. എന്തിനാണ് ആ സംഘം ഉണ്ടാകുന്നത്? യദ്ഊന ഇലൽ ഖൈരി. ഖൈറിലേക്ക്, നല്ലതിലേക്ക് ആളുകളെ വിളിക്കുന്ന സംഘം. വയഅ്മുറൂന ബിൽ മഅറൂഫി. നല്ല കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കുന്ന ഒരു സംഘം. വയൻഹൗന അനിൽ മുൻകർ. ചീത്തയായ കാര്യങ്ങൾ കണ്ടാൽ അതിനെ വിരോധിക്കുന്ന ഒരു സംഘം. ഇങ്ങനെ ഒരു സംഘം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കണം, എപ്പോഴും സജീവമായിട്ട്, ലൈവായിട്ട്. എന്തിന്? നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ജനങ്ങൾക്ക് പരസ്പരം പറഞ്ഞു കൊടുക്കുന്ന, ചീത്തയായ കാര്യങ്ങളുടെ അപകടങ്ങളും അതിന്റെ ദോഷങ്ങളും അതുണ്ടാക്കുന്ന അപജയങ്ങളെ കുറിച്ചും സമൂഹത്തിനെ ബോധവൽക്കരിക്കുന്ന ഒരു കൂട്ടമായിരിക്കണം നിങ്ങളെന്ന് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, വിശുദ്ധ ഖുർആൻ അതിന്റെ അനുയായികളോട്
ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് നമ്മുടെ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്താ, ഞാനും എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം ഞാൻ അങ്ങനെ ജീവിക്കുക. ഒരാളോട് പറയാനോ അതിൽ ഇടപെടാനോ ഓനെ തിരുത്താനോ ഓനോട് പറയാനോ അതിനൊന്നും ഞാനില്ല. അതൊക്കെ പ്രയാസകരമായ സംഗതിയാണ്. ഞാൻ എന്റെ അറിവ് പ്രകാരം ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തങ്ങനെ പോയിക്കോളാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ അത് പറയാനോ തിരുത്താനൊന്നും ഞാനില്ല എന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അതിലേറെ കുറെ ആളുകൾ നാട്ടിൽ. അതാണ് എന്തിനാ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണേ? അവനാന്റെ കാര്യം നോക്കിയാൽ പോരെ. ഇത് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴല്ലേ ഈ പ്രശ്നവും സംസാരമൊക്കെ ഉണ്ടാവണേ. അവനാന്റെ കാര്യം നോക്കി പോയാൽ പോരെ. അതല്ലേ ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ മതത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാര് ഓരോ മോശക്കാരാണ്, ഓരോ രണ്ടാം നമ്പറാണ്, അതൊന്നും അങ്ങനെ മാണ്ടാത്ത ഏർപ്പാടാണ്, അവനാന്റെ കാര്യം നോക്കിയാൽ പോയെ അതല്ല ഡീസന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു മൂന്നാം തരം ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കേട്ടുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയാം, അള്ളാഹുവിന്റെ ദീന് ആ മാർഗം നമ്മുടെ മാർഗമായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എങ്കിൽ അത് സ്വീകരിച്ചവന്റെ മേൽ നിർബന്ധമായ ഉത്തരവാദിത്തമാണ് അത് കിട്ടിയിട്ടില്ലാത്തവർക്ക് അതിനെ കൈമാറുക എന്നത്. അതിനാണ് നമ്മുടെ മതത്തില് ദഅവത്ത് എന്ന് പറയാം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ കാര്യങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധനം ചെയ്യുക എന്നതാണ് അതിന്റെ രത്ന ചുരുക്കം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മനോഹരമായ ഒരു സൂറത്തുണ്ട്, സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. അങ്ങനെ ഓതിയാലുണ്ടല്ലോ നമുക്ക് കൊതി തീരാത്ത മനോഹരമായ ഒരു അധ്യായമാണ്. ഈ അധ്യായം അവതരിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സഹാബത്തിന് ഇങ്ങനെ ഓതി കൊടുക്കുക. ആ സൂറത്തിന്റെ മനോഹാരിതയിൽ അവരങ്ങനെ മുഴുകിയിരിക്കുമ്പോ ഒരു സ്വഹാബി പ്രവാചകനുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്ന് ചോദിക്കുക, റസൂലേ, ഈ മനോഹരമായ ഖുർആനിന്റെ ഈ അധ്യായത്തെ ഞാൻ പോയിട്ട് കഅബാലയത്തിന്റെ അടുക്കൽ പോയി ഉറക്ക ഓതി അവിശ്വാസികളായ ആളുകളെ കേൾപ്പിക്കട്ടെ. ഈ ഖുർആനിന്റെ മാധുര്യവും മനോഹാരിതയും അവരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഞാൻ ഇത് ഓതി കേൾപ്പിക്കട്ടെ. ആ കാലഘട്ടവും ആ സാഹചര്യവും അത്രമേൽ സുഖമായിരുന്നില്ല ദഅവത്തിന്. അതുകൊണ്ട് പ്രവാചകൻ അതിന്റെ അപകടത്തെക്കുറിച്ച് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഇത് പറഞ്ഞു കൊടുത്തേ പറ്റൂ, ഇത് കേൾപ്പിച്ചേ പറ്റൂ. അദ്ദേഹം കഅബാലയത്തിന്റെ അടുക്കലേക്ക് ഓടി. അവിടെ ചെന്ന് അദ്ദേഹം ഉറക്കെ ഈ ഖുർആനിന്റെ ആയത്തുകൾ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, മനോഹരമായ ആ സൂറത്തിന്റെ വചനങ്ങൾ അങ്ങനെ ഉറക്കെ ഓത്. ഇത് കേട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന അവർ ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ മനോഹരമായ ഈ വാചകങ്ങൾ അവരെ വിസ്മയിപ്പിച്ചു. അവർ പതുക്കെ പതുക്കെ അത് ഓതുന്നവന്റെ ചുറ്റും കൂടാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് അപകടം മണത്തത്. ഇത് ഖുർആനിലെ വചനങ്ങളാണ് ഓതുന്നത്. ഇത് ആളുകൾ സ്വീകരിച്ചാൽ, അതവരെ വല്ലാത്ത രൂപത്തിൽ ആകർഷിച്ചാൽ അത് ഇസ്ലാമിലേക്കുള്ള ഒഴുക്കിന് കാരണമാകും. അവർ ആ ഖുർആൻ ഓതിയ സ്വഹാബിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അയാൾ മർദ്ദനമേറ്റ് ബോധരഹിതരായിട്ട് വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ പറഞ്ഞയച്ച് അദ്ദേഹത്തിന്റെ ആ ബോധരഹിതനായ ആ ശരീരം ആളുകൾ ചുമന്ന് പ്രവാചകന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇത്തിരി കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോ അദ്ദേഹം പ്രവാചകനോട് ആദ്യം ആവശ്യപ്പെട്ടത് എന്താ അറിയോ? റസൂലേ, ഞാൻ പകുതി ഓതിയപ്പോഴേക്ക് അവരെന്നെ തല്ലി വീഴ്ത്തി, ബാക്കി കൂടി ഓതാനുണ്ട്, ഞാൻ അതുകൂടി ഓതി കൊടുത്തിട്ട് വരാം. അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും നടക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമായി എനിക്ക് കിട്ടിയ ഒരു കാര്യം അത് കിട്ടിയിട്ടില്ലാത്ത ഒരാൾ എന്റെ സമീപത്തുണ്ടെങ്കിൽ അത് അയാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് എത്ര വലിയ ബാധ്യതയാണ് എന്നാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം. പൊതുവെ സ്വാർത്ഥതയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ കാര്യം, എന്റെ സുഖം, എന്റെ കുടുംബം, അതിനപ്പുറത്തേക്ക് ഞാൻ ഇടപെടാതിരിക്കലാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല. എന്റെ അയൽവാസി ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുമ്പോ ഞാൻ എന്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം വയറുന്നവയെ കഴിച്ചാൽ അതെന്റെ വിശ്വാസത്തെ ബാധിക്കുമെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം.
അങ്ങനെ ഇരിക്കെ എൻ്റെ ചുറ്റുഭാഗത്തുള്ളവർ ഇസ്ലാം എന്താണെന്നറിയാതെ, അതിന്റെ വഴികൾ എന്താണെന്നറിയാതെ ജീവിക്കുമ്പോ അതറിയുന്ന ഞാൻ ആ മനോഹരമായ സത്യത്തെക്കുറിച്ച്, ആ വിമോചനത്തിന്റെ വഴികളെ കുറിച്ച് അവരോട് പറയാതെ ഞാൻ നിശബ്ദനാവുന്നു എന്നത് ഞാൻ അവരോട് ചെയ്യുന്ന എത്ര വലിയ ക്രൂരതയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയോരത്ത് നിൽക്കുമ്പോൾ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയി. അത് കേട്ടിട്ടുള്ളത്. പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു, പിന്നെ കരഞ്ഞു. പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, ജൂതനാണ് മരിച്ചത്, ഇസ്ലാമിന്റെ 1-ാം നമ്പർ ശത്രുവാണ്, അവനെ കൊണ്ട് ബുദ്ധിമുട്ടല്ലാതെ ഒരു കാര്യവും നമുക്ക് ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിന് അവൻ മരിച്ചതിന്റെ പേരിൽ കരയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ മരിച്ചതിന്റെ സങ്കടം കൊണ്ടല്ല കരഞ്ഞത്, അവൻ മരിച്ചത് ഒരു ജൂതനായിട്ടാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോ, അള്ളാഹുവേ, നിന്റെ ദീനിനെ കുറിച്ചോ ഈ പരലോകത്തെ കുറിച്ചോ ഒന്നും എന്നോടാരും പറഞ്ഞില്ലല്ലോ എന്ന് അവൻ റബ്ബിനോട് പറഞ്ഞാൽ, ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ഞാൻ അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എത്ര വലിയ അവസ്ഥയിലായിരിക്കുമെന്ന് ഓർത്താണ് ഞാൻ കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ ബാധ്യതയാണത്. അള്ളാഹുവിന്റെ ദീന് നമുക്കറിയുന്നത് അതറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിർവഹിക്കേണ്ട, നമുക്ക് എന്താ പറയാ, അങ്ങനെ സാഹചര്യമുണ്ടെങ്കിൽ നിർവഹിക്കേണ്ട ഒരു ഏർപ്പാടല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ ഒരിക്കൽ പോലും പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ല. തനിക്ക് ലഭിച്ച സത്യമനുസരിച്ച് അള്ളാന്റെ ഹബീബ് ഒറ്റക്ക് ജീവിച്ചിരുന്നുവെങ്കിൽ, അത് മനസ്സിലാക്കിയ സഹാബത്ത് ഒറ്റക്ക് ജീവിച്ചിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ല, അവർ ഒരിക്കലും നാട് വിട്ടു പോകേണ്ടി വരുമായിരുന്നില്ല, പ്രിയപ്പെട്ട ബന്ധങ്ങളെ ഒരിക്കലും വലിച്ചെറിയേണ്ടുമായിരുന്നില്ല. പക്ഷേ അതൊരു ബാധ്യതയാണ്, എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതപ്പോ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലല്ലോ, പ്രസംഗമല്ല വിഷയം. വർത്തമാനകാലത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു കാര്യം അത് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങൾ ആയിരങ്ങളാണ്. പണ്ടത്തെ പോലെയല്ല. നമ്മുടെ മഹാന്മാരായ പൂർവികരായ ആളുകൾ ഈ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവർ അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പട്ടിണി കടന്ന് എടങ്ങേറായി കിലോമീറ്ററുകൾ നടന്ന് കിടന്നുറങ്ങാൻ ഇടമില്ലാതെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ 1000-1 ഇന്ന് നമ്മുടെ മുമ്പിലില്ല. ഇന്ന് കൈവിരലുകളുടെ തുമ്പിലാണ് വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം. ഏതൊരു മനുഷ്യനും അവന്റെ മുമ്പിലുള്ള അറിവ് കൈമാറ്റം ചെയ്യാൻ അവൻ പ്രയാസപ്പെടേണ്ടതില്ലാത്തൊരു കാലം. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാണ്. മതത്തിന്റെ പ്രബോധകരാവണം, അതിന്റെ പ്രചാരകരാവണം, അത് എത്തിച്ചു കൊടുക്കാവുന്ന ഇടത്തൊക്കെ എത്തിച്ചു കൊടുക്കണം. അത് ഏറ്റവും വലിയ മാനവികമായ ദൗത്യമാണ്. കർണാടകയുടെ ഉൾവനങ്ങളിൽ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലിന്റെ വലിയ വാർത്തകൾ കേട്ടുകൊണ്ടാണ് പള്ളിയിലേക്ക് പോരുന്നത്. അള്ളാഹു ആ പ്രയാസങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ, ആ കുടുംബത്തിന് ആശ്വാസം നൽകട്ടെ. നമ്മുടെ വിഷയം അതല്ല. ഒരാളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമ്പോ ആ ഭീഷണിക്കെതിരെ മനുഷ്യ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് മാനവികതയുടെ, നന്മയുടെ അടയാളമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ, ഏറ്റവും ഭീകരമായ നരകത്തിന്റെ വഴിയിലേക്ക് നടന്നു പോകുന്ന ഒരാളെ കാണുമ്പോ, അത് നരകത്തിന്റെ വഴിയാണെന്ന് ബോധ്യപ്പെടുമ്പോ, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാളാകുമ്പോ അതൊന്ന് പറയാൻ, അതൊന്ന് തിരുത്താൻ, ആ അപകടത്തെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ പറയുന്ന മാനവികതയുടെ അർത്ഥം എന്താണ്? അതിന്റെ ആശയം എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് അതൊരു 2ാം കട ഏർപ്പാടല്ല, അത് മാറ്റിവെക്കേണ്ട പരിപാടിയല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ പവൻമാറ്റ് തിളക്കമുള്ള ഏറ്റവും മനോഹരമായ കർമ്മമാണ്. അപ്പോ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ എല്ലാവരും, മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ആ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിൽ തങ്ങളുടേതായ പങ്ക് നിർവഹിക്കേണ്ടവരാണ്. അല്ലേ? പ്രായാവട്ടെ വയസ്സാവട്ടെ. അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായി.
ആരാണ് വിഗ്രഹങ്ങൾ തകർത്തത്? ആർക്കാണ് അതിന് ധൈര്യമുള്ളത് എന്ന് ചോദിച്ചപ്പോ അവരുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞു, അത് ആ ചെറുപ്പക്കാരൻ തന്നെയാവും, അയാൾക്ക് മാത്രമേ അതിന് ധൈര്യമുള്ളൂ. ആ ചെറുപ്പക്കാരൻ സമിഅനാ ഫതൻ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഇബ്രാഹിം എന്ന് പേരുള്ള ആ ചെറുപ്പക്കാരനായിരിക്കും ഇതിന്റെ പിന്നിൽ. അവർക്ക് സംശയമുണ്ടായില്ല, അവർ ആ ചെറുപ്പക്കാരനെ തടവുകാരനാക്കുക. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന ഒരു സൂറത്തില്ലേ, സൂറത്തുൽ കഹ്ഫ്. എല്ലാ വെള്ളിയാഴ്ചയും അത് ഓതണമെന്ന് അള്ളാഹു നമ്മളോട് പറയാനുള്ള കാരണം എന്താ പറയുക? വിശ്വാസ ദാർഢ്യത്തിന്റെ, ഉറപ്പിന്റെ അടയാളമാണ് ആ സൂറത്ത്. ഒരു നാട്ടിലെ ജനങ്ങളും ഒരു നാട്ടിലെ ഭരണാധികാരികളും മുഴുവനും വിശ്വാസത്തിനെതിരായപ്പോ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, ഏതാനും ചെറുപ്പക്കാർ, 6 7 8 വിരലിലെണ്ണാവുന്ന ചെറുപ്പക്കാർ, അവർക്ക് ആ നാട്ടിൽ അവരുടെ ദൗത്യം നിർവഹിച്ച് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോ ഒരു ഗുഹക്കുള്ളിലേക്ക് അവർ അഭയം തേടുന്നതും അള്ളാഹു അത്ഭുതകരമായി അവരെ സഹായിക്കുന്നതുമാണ് ആ സൂറത്തിന്റെ ആദ്യത്തിലുള്ള ആശയങ്ങൾ. അവിടെ അള്ളാഹു പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ, അവർ ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ലോകം ഇന്ന് നിങ്ങളുടേതാണ്. പ്രായമായ ഞങ്ങൾക്ക് പലർക്കും അറിയാത്ത പ്ലാറ്റ്ഫോമുകളിലാണ്, സംവിധാനങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് ലോകത്തിന്റെ സഞ്ചാരമുള്ളത്, ചലനമുള്ളത്. നിങ്ങൾ നിശബ്ദരായാൽ, നിങ്ങൾ നിഷ്ക്രിയരായാൽ, ഈ ദൗത്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ അടുത്ത തലമുറക്ക് ഇത് കൈമാറാൻ ആരാണുള്ളത് എന്ന് ആലോചിക്കണം. ഈ ചുങ്കത്തറയിലെ തൗഹീദിന്റെ വ്യാപനത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. പൂർവികരായ ആളുകൾ, അവർക്ക് പിന്തുണ കൊടുത്തവർ, അവരുടെ പിന്നിൽ പ്രവർത്തിച്ചവർ, പണം കൊടുത്തവർ, വീട് കൊടുത്തവർ, സമയം കൊടുത്തവർ, സ്ഥലം കൊടുത്തവർ, ആ അധ്വാനമാണ് നമ്മൾ ഇനി അനുഭവിക്കുന്ന വെളിച്ചം, നമ്മൾ ഇന്ന് കൊള്ളുന്ന ഈ തണുപ്പും കുളിരുമൊക്കെ. പക്ഷേ അടുത്ത ഒരു തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യാൻ, അടുത്ത ഒരു തലമുറക്ക് അത് എത്തിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. കാരണം ഞങ്ങൾക്കറിയാത്ത പ്ലാറ്റ്ഫോമുകളാണ് ലോകത്ത് പുതിയതായി തുറക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കേൾക്കാത്ത പദങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പിലാണ് ലോകം, നിങ്ങളുടെ വിരൽ തുമ്പിലാണ് ലോകം. നിങ്ങളാണ് ദൗത്യ നിർവ്വഹണത്തിൽ മുമ്പിൽ നിൽക്കേണ്ടത്. നിങ്ങളെ ചേർത്ത് പിടിക്കുന്നിടത്ത്, നിങ്ങളെ കൂട്ടിപ്പിടിക്കുന്നിടത്ത് ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവാം, ഗ്യാപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം, വിടവുകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് നിങ്ങൾക്കൊരു ന്യായീകരണമാവുകയില്ല. പടച്ചവന്റെ മുമ്പിൽ എന്തുകൊണ്ട് ദൗത്യം നിർവഹിക്കപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മനസ്സിൽ കണ്ടുവെച്ചുകൊള്ളണം. എന്തേ ഞാൻ നിർവഹിക്കാഞ്ഞത്? അവസരങ്ങളില്ലായിരുന്നോ? സാഹചര്യങ്ങളില്ലായിരുന്നോ? സന്ദർഭങ്ങളില്ലായിരുന്നോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ച ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ഹജ്ജിലെ അവസാനത്തെ ആയത്ത്, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി. ഈ ലോകത്ത് തോന്നിയതുപോലെ ജീവിച്ചാ പോരാ. ഞാനും പല ആൾക്കാരാണ്, എന്റെ ജാതി ഇതന്നെയാണ്, എന്റെ സർട്ടിഫിക്കറ്റ് ഇതാണ്, അതുകൊണ്ട് രക്ഷപ്പെടുന്ന ആരും വിചാരിക്കണ്ട. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി. എന്താ അർത്ഥങ്ങള്? വജാഹിദു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. എന്താ ജിഹാദ്? ജിഹാദ് പറഞ്ഞാല് ബോംബും തോക്കുമായിട്ട് യുദ്ധം ചെയ്യാന്നല്ല. ജിഹാദ് എന്നാൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ബാഹ്യമായ യാതൊരാഗ്രഹവുമില്ലാതെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി കഠിനമായി പ്രവർത്തിക്കുക. അതാണ് ജിഹാദ്. ജിഹാദ് യുദ്ധമല്ല. ജിഹാദ് പറഞ്ഞാൽ ഒരുത്തന്റെ തല എറിഞ്ഞു പൊട്ടിക്കലോ ഒരുത്തന്റെ കുടലിൽ കുറത്തിയടിക്കലോ അല്ല. ജിഹാദ് എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ കഠിനമായ പ്രയത്നം. വജാഹിദു ബിഹി, ല്ലേ? വജാഹിദു ബില്ലാഹി ഹഖ്ക ജിഹാദി. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, ഹഖ്ക ജിഹാദി. അത് ചെയ്യേണ്ട കോലത്തിൽ, ചെയ്യേണ്ട രൂപത്തിൽ, മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നിങ്ങൾ അത് ചെയ്തോളണം. ഹുവ ഇജ്തബാകും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ. ഈ മതത്തിന്റെ കാര്യത്തിലെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. പടച്ചോനെ അതെനിക്ക് ചെയ്യാൻ പറ്റൂല, ഇനി അത് അപകടം, ഇനി അത് ചെയ്താല് ഞാൻ ആകെ അങ്ങനെ ആകുക ഇനി എന്ന് പറയാവുന്ന ഒരു കാര്യം അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. മില്ലത അബീകും ഇബ്രാഹിം. നിങ്ങളെ മാതൃകാരങ്ങൾ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം,
മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ, പിതാവ് എന്ന് പറഞ്ഞേ പറിച്ചറിയാൻ പറ്റാത്ത ബന്ധമാണ് പിതാവും മകനും തമ്മിലുള്ള ബന്ധം. ആ പിതാവിന്റെ സ്ഥാനത്ത് അള്ളാഹു ഇബ്രാഹിം നബിയെ നിർത്തിയത്. മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ മാർഗം. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, മുസ്ലിം എന്നേ പേരിട്ടത് പടച്ചോനാ. എന്തിനറിയോ? ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിലുണ്ട്. റസൂൽ ചോദിച്ചില്ലേ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നോ? എത്തിച്ചു തന്നു എന്നാ പറഞ്ഞേ. സാക്ഷിയാണ് റസൂല്. ഇനി നമുക്ക് ആ ബാധ്യത. എന്താണ് ആ ബാധ്യത അറിയോ? വതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവണം. ഓരോ ജനങ്ങളും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലെത്തി എന്റെ മുമ്പിൽ മതം എത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റാത്ത വിധം ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാക്ഷികളായി നിങ്ങൾ മാറണം. അതുകൊണ്ട് ഫാഖീമുസ് സ്വലാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത കാണിക്കും. വആതുസ് സകാത്ത്, അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനമായ സകാത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താതെ പ്രവർത്തിക്കും. വഅതസിമു ബില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തെ മുറുകെ പിടിക്കും. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. വനിഅമൽ മൗല, എത്ര നല്ല രക്ഷിതാവാണ് അവൻ. വനിഅമൻ നസീർ, എത്ര നല്ല സഹായിയാണ് അവൻ. ഉത്തരവാദിത്തം മറക്കരുത്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം ഏതെങ്കിലും സംഘടനാ പ്രവർത്തകന്റെയും മൗലവിന്റെയും ഉസ്താദിന്റെയും ഉത്തരവാദിത്തമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച ഏതൊരു മനുഷ്യന്റെയും ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.